السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ഏറെ ആദരണീയനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാനുള്ള സമയവും ആരോഗ്യവും നൽകിക്കൊണ്ടാണ് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഏതൊരു മനുഷ്യന്റെയും സർവോപരി ഒരു മുസൽമാന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗം നേടുക എന്നതാണ്. സ്വർഗം നേടി ആ സ്വർഗത്തിൽ കുടുംബമൊത്ത് ജീവിക്കുവാൻ സാധ്യമാവുക എന്നതാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയുന്ന അവന്റെ സമയവും അവന്റെ ആരോഗ്യവും അവന്റെ എല്ലാ നിലക്കുമുള്ള സമ്പത്തും അതിനു വേണ്ടി ചിലവഴിക്കുവാൻ സാധിച്ചാൽ മനുഷ്യനായ ഒരു മനുഷ്യന്, അഥവാ മലക്കുകളെക്കാളും സ്ഥാനം ലഭിക്കുന്ന, ദറജ ലഭിക്കുന്ന സന്ദർഭങ്ങൾ പരലോകത്തുണ്ടാകും. അവന് ലഭിക്കുന്നത് സ്വർഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഹദീസിന്റെയും ഖുർആനിന്റെയും പഠനത്തിൽ അത് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ് സ്വർഗം. ആ സ്വർഗത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതാണ് ഏറ്റവും അനുഗ്രഹീതമായ ഒരു വീടെന്ന് പറയുന്നത് സ്വർഗമാണ്. ആ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർണത്തിന്റെ കല്ലുകൾ കൊണ്ട്, വെള്ളിയുടെ ഇഷ്ടികകൾ കൊണ്ടാണ് ആ സ്വർണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതിലുള്ള ചരൽ മണ്ണുകൾ, ചരൽ കല്ലുകൾ വജ്രങ്ങളും പവിയ മുത്തുകളുമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള മണ്ണ് മിസ്കിന്റെ മണ്ണാണ്. അവിടെയൂടെ ആ സ്വർഗത്തിലൂടെ ഒഴുകുന്ന നദികൾ തേനിന്റെയും പാലിന്റെയും അതുപോലെ തന്നെ മദ്യത്തിന്റെയും പുഴകളാണ്, ആറുകളാണ്. അതിൽ നിന്ന് ആരെങ്കിലും ഒരു തുള്ളി തേൻ രുചിച്ചു കഴിഞ്ഞാൽ, ഒരു മുറുക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ രുചിച്ച സ്വാദല്ല പിന്നീട് ഉണ്ടാവുക. അവിടെ ഉണ്ടാകുന്ന രാവിലെയും അവിടെ ഉണ്ടാകുന്ന രാത്രിയും അവിടെ ഉണ്ടാകുന്ന പകലും വൈകുന്നേരവും ഒക്കെ വ്യത്യസ്തമാണ്. ഇന്നുണ്ടായ ദിവസത്തെ പോലെയല്ല നാളെയുടെ ദിവസം. ഇന്ന് നാം കണ്ട ആളുടെ രൂപമല്ല നാളെ കാണുന്ന രൂപം. നമ്മൾ ഓരോരുത്തരും അവരുടെ പ്രായം ഒരുപോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം, യുവാക്കളും യുവതികളുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അവിടെയുള്ള കൊട്ടാരങ്ങളും അവിടെയുള്ള പദവികളും ആയിരക്കണക്കിന് മൈലുകളെക്കാൾ അപ്പുറത്തുള്ള ദൂരമാണ്. പരിശുദ്ധ ഖുർആൻ ആ സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് പറയുകയുണ്ടായി. ആകാശഭൂമിയോളം അകലമാണ് ഒരു പദവി എന്ന് പറയുന്നത്. നൂറുകണക്കിന് പദവികളുണ്ട് സ്വർഗത്തിന് എന്നാണ്. ലഹാ സമാനിയത്തു അബ്വാബ്, 8 കവാടങ്ങളാണ് സ്വർഗത്തിനുള്ളത്. ആ കവാടങ്ങളും മരങ്ങളും ചില്ലകളും അതുപോലെ തന്നെ വളരെ മനോഹരമായ ഇണകളും തുണകളും ലഭിക്കുന്ന ആ സ്വർഗത്തിൽ നേടാൻ ഏതൊരു മനുഷ്യനും
വളരെ പ്രയാസമില്ലാതെ സാധ്യമാണ്. എന്നാൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന്? കഴിയില്ല എന്നതാണ്, സാധ്യമല്ല എന്നതാണ്. വലിയ പ്രയാസവും വലിയ പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്യേണ്ടി വരും, ത്യാഗം ചെയ്യേണ്ടി വരും ആ സ്വർഗം നേടാൻ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ഒരുപാട് എളുപ്പമാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അനുസരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ ഹുമുൽ ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി, സ്വർഗം ലഭിക്കണമെങ്കിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത് അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വാസം ഉണ്ടാകണം എന്നതാണ്. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകണം, പ്രവാചകരിൽ വിശ്വാസം ഉണ്ടാകണം. പോരാ, അവരെ രണ്ടുപേരെയും അനുസരിക്കണം. ഇവിടെ വിശദീകരിച്ചല്ലോ, ഇന്ന് ബദർ ദിനമാണ്, ഇന്ന് ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ദിവസമാണ്. തൗഹീദ് കൃത്യമാണോ, തൗഹീദ് ക്ലിയർ ആണോ, വ്യക്തമാണോ, അവർക്ക് മാത്രമുള്ളതാണ് സ്വർഗം. മാത്രമല്ല, ഇനി വിശ്വാസമുണ്ട്, അള്ളാഹുവിലും പ്രവാചകനും വിശ്വാസമുണ്ട്, അവർ അനുസരിക്കുന്നുണ്ട്, തൗഹീദ് ക്ലിയർ ആണ്, എങ്കിലും ഒരു മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പ്രവാചകന്റെ അധ്യാപനം അനുസരിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു, വഅസ്ലഹുൽ അഅമാൽ, അവന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയും വേണം. അപ്പോ നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വ്യക്തമായ വളരെ തുച്ഛമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ സ്വർഗത്തിൽ വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മളുടെ ഈമാനികമായ ചിന്തകളാണ്, ഈമാനികമായ ആലോചനകളാണ്. അതേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖ്ഖാ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമാകുന്ന ആളുകൾ ആരാണ്? ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമാകുന്ന മനുഷ്യരാരാണെന്ന് അല്ലാഹു വ്യക്തമാക്കുകയാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആരാണോ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്കാണ് അലങ്കാരമോടുകൂടി സൽക്കാരമൊരുക്കുന്ന രൂപത്തിലുള്ള സുഖാനുഭൂതിയുള്ള സ്വർഗത്തോപ്പുകൾ ഉള്ളത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ, ഒരിക്കലും ആ സ്വർഗത്തിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കണമെന്ന് ഒരു മനുഷ്യൻ ആലോചിക്കുക പോലുമില്ല. കാരണം മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സും വിഭാവനം ചെയ്യാത്ത രൂപത്തിലുള്ള സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഗ്നിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും, അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുള്ള സാധനം മിൻ ഖുർറത്തി അഗ്നിൻ, ഓരോ മനുഷ്യനും കൺകുളിർമ ലഭിക്കുന്നതാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ദുനിയാവിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾക്കുള്ള ഫലമായി ലഭിക്കുന്ന കാര്യമാണത്. എന്താണ് ദുനിയാവിൽ വെച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യം? തുച്ഛമായ സമയമാണ് നമുക്കുള്ളത്, ഈ ലോകത്ത് തുച്ഛമായ പ്രായമാണ് നമുക്കുള്ളത്. ഒരു വിശാലമായ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ക്ഷീണിച്ചപ്പോ, ദാഹിച്ചപ്പോ, ക്ഷീണമുണ്ടായപ്പോ, ഒരു മരത്തണം കണ്ടപ്പോ, ഒരു മരത്തിന്റെ തണൽ കണ്ടപ്പോ ആ തണലിലേക്ക് കയറുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുനിയാവിന്റെ ജീവിതം.
എങ്ങനെ? ഒരു യാത്ര ഇങ്ങനെ പോവാൻ, ആ യാത്ര പോണ സമയത്ത് ക്ഷീണിച്ചു, ദാഹിച്ചു, അല്പം തലവേദന ഉണ്ടായി, നല്ല വെയിലാണ്. അപ്പൊ അല്പനേരം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ കയറി നിൽക്കൂലേ, ആ നിന്ന സമയമാണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം. ഏത് നിമിഷം പോകും. ഒരാളും ആ മരത്തിന്റെ ചോട്ടിൽ എന്തെയില്ല, കട്ടിലിട്ട് കിടന്നുറങ്ങൂല. ഒരാളും ഇനി ഞാൻ എവിടെ കിടക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കൂല, അവന് പോവാണ്. നമ്മൾ യാത്രക്കാരനാണ്. നമ്മൾ ഈ ലോകത്തുനിന്ന് വന്നവരല്ല, നമ്മൾ മറ്റു ലോകത്തുനിന്ന് വന്നവരാണ്. ആ ലോകത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരാണ്. ആ കാലഘട്ടത്തിൽ ഈ ലഭിച്ച ഈ തുച്ഛമായ സമയം, അതിൽ നമ്മുടെ കുട്ടിക്കാലമുണ്ട്, അതിൽ നമ്മുടെ യൗവനമുണ്ട്, അതിൽ നമ്മുടെ ആരോഗ്യകാലമുണ്ട്, അതിൽ നമ്മുടെ സമ്പത്ത് കാലമുണ്ട്, അവിടെ നമുക്ക് അറിവ് നേടാൻ കഴിയുന്ന കാലമുണ്ട്, അവിടെ നമ്മുടെ വാർദ്ധക്യകാലമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പടച്ച റബ്ബ് ഖുർആൻ മുൽക്കിലുണ്ട് രണ്ടാമത്തെ വചനത്തിലൂടെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ലഭിച്ചിട്ടുള്ള ഈ സന്ദർഭത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകണമെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത്? ഈമാനാണ്. ഈമാനാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. രണ്ടാമത്തെ എന്താണ്? അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണ്. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ അതൊക്കെ സൽക്കർമ്മമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്നാലേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുള്ളൂ. സ്വർഗത്തിലെത്താൻ സാധ്യമാകണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അമലു സ്വാലിഹകളാകണം. അമലു സ്വാലിഹ് ആകണമെങ്കിൽ പ്രധാനമായി 3 നിബന്ധനകൾ നമ്മൾ മനസ്സിലാക്കണം. 3 കാര്യങ്ങൾ നമ്മുടെ കർമ്മത്തിലുണ്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അള്ളാഹു സ്വീകരിക്കൽ അമൽ സ്വാലിഹാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം അമൽ സ്വാലിഹ് ആകണമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ആ പ്രവർത്തനത്തിൽ ഉണ്ടാകണം. നമ്മുടെ നമസ്കാരം അമൽ സ്വാലിഹ് ആകണമെങ്കിൽ, നമ്മുടെ നോമ്പ് അമൽ സ്വാലിഹ് ആകണമെങ്കിൽ, നമ്മുടെ സദഖ, നമ്മുടെ സകാത്ത്, നമ്മുടെ മറ്റുള്ള എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മമാകണമെങ്കിൽ 3 നിബന്ധനകൾ ഉണ്ടായേ പറ്റൂ. ആ 3 നിബന്ധന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നമസ്കാരം സൽക്കർമ്മമാവുകയുള്ളൂ. സൽക്കർമ്മമായാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, പ്രതിഫലം നൽകുകയുള്ളൂ. അള്ളാഹു പറഞ്ഞല്ലോ, എന്താണ്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ എന്താവണം? സൽക്കർമ്മമാകണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖ്ഖാ. അല്ലാഹുവിന്റെ വാഗ്ദാനമാണത്. അല്ലാഹു കള്ളം പറയുന്നവനല്ല, അല്ലാഹു കള്ളം പ്രചരിപ്പിക്കുന്നവനല്ല, മറിച്ച് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാണോ സ്വർഗം നിങ്ങൾക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൽക്കർമ്മമാകണോ? ഒന്നാമത്തെ നിബന്ധന ഈമാൻ ഉണ്ടാകണം എന്ന് തന്നെയാണ്. വിശ്വാസം ഉണ്ടാകണം. നമ്മൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സാമ റമളാന ഈമാന. വിശ്വാസം ഉണ്ടാകണം. എന്താണ് വിശ്വാസം? എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ പരലോകം എന്നുള്ളത് ഉറപ്പാണ്. ആ പരലോകത്ത് സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട്, സിറാത്തുണ്ട്. എന്റെ ഓരോ കർമ്മങ്ങളെയും കൃത്യമായി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കും. എന്നെ വിചാരണ ചെയ്യും. ആ സമയത്ത് എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ സ്വർഗം ലഭിക്കണമെന്നുള്ള ആ വിശ്വാസത്തോടുകൂടി, ഉറപ്പോടുകൂടി, കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നാം ഓരോ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ഈമാൻ എന്ന് പറയുന്നത്. മാ വഖറ ഫിൽ ഖൽബ് ദാലിക ഹുവൽ ഈമാൻ. അള്ളാഹിനെ പറ്റി നമുക്കൊരു ഗാംഭീര്യം ഉണ്ടാവണം, അല്ലേ? നമുക്ക് ഈമാൻ ഉണ്ടോ? നമ്മൾ കൃത്യമായി ആലോചിക്കണം, നമ്മൾ കൃത്യമായി ചിന്തിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ഉണ്ട് എന്നുള്ള ആ ഉറപ്പാണ്. പരലോകമുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഒരു ഹാളിലേക്ക് നമ്മൾ കയറുമ്പോ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോ താങ്കൾ CCTVയുടെ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു സാധനം എടുക്കാൻ നമുക്ക് പറ്റണില്ല, ഒന്ന് കീശയിലേക്ക് എടുത്തിടാൻ പറ്റണില്ല. എന്താ കാരണം? ഒന്ന് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ ഒരു ചെറിയ ഒരു ചൊറി ഉണ്ടായാൽ ചൊറിയാൻ പോലും നമുക്ക് തോന്നുന്നില്ല. കാരണം എന്താ? ഊപ്പർവാല സബ്ദേക്ക് രഹാഹെ എന്ന് ബംഗാളിലേക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് താങ്കൾ നിരീക്ഷണത്തിലാണ് എന്ന് ക്യാമറ ഉണ്ടായത് കൊണ്ട് ഞാൻ ചെയ്യണതൊക്കെ കാണുന്നു എന്നുള്ള ആ ഉറച്ച ബോധ്യം, അത് ഈമാനാണ്.
ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അള്ളാഹു അശ്രദ്ധനല്ല കേട്ടോ. അള്ളാഹു നമ്മളിങ്ങനെ സദാസമയം നിരീക്ഷിക്കണം. നമ്മുടെ ഓരോ നോട്ടവും ഓരോ വാക്കുകളും ഓരോ നിമിഷങ്ങളും നമ്മളെ വിചാരങ്ങൾ പോലും അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, യഅലമു മാ ഫിസ് സുദൂർ, നമ്മുടെ ഹൃദയത്തിലുള്ളത് അവൻ അറിയുകയാണ്. യഅലമു ഖായിനത്തൽ അഅയുൻ, നമ്മുടെ കണ്ണിന്റെ കള്ളനോട്ടം പോലും അവൻ അറിയുകയാണ്. ആ റഹ്മാനായ റബ്ബിലുള്ള വിശ്വാസം കൊണ്ടാകണം നമ്മുടെ അമലുകൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മം സ്വാലിഹാകണോ സൽക്കർമ്മമാകണോ. രണ്ടാമത്തത് ഇഖ്ലാസ് ഉണ്ടാകണം എന്നുള്ളതാണ്, ആത്മാർത്ഥത ഉണ്ടാകണം. അതാണ് എന്ത് ഇഹ്തിസാബൻ എന്ന നോമ്പിനെ പറ്റി പറഞ്ഞത്. എല്ലാ കർമ്മങ്ങളിലും ഇഖ്ലാസ് ഉണ്ടാകണം. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ആരെയും കാണിക്കാനല്ല, അള്ളാഹുവിനെ മാത്രം കാണിക്കാൻ. അതുകൊണ്ട് എനിക്ക് മാത്രം പ്രതിഫലം കിട്ടണം, എനിക്ക് കിട്ടണം, എനിക്കതുകൊണ്ട് നന്മ കിട്ടണം. അപ്പൊ ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഇഖ്ലാസ് എന്താണ്? ഞാൻ പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹു ഉത്തരം നൽകണമെന്ന ആഗ്രഹം. രണ്ടാമത് ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പ്. മൂന്നാമത് പടച്ചോനെ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം തരൂലേ എന്നുള്ള പേടി. ഇത് മൂന്നും കൂടി ഉണ്ടാവുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഇഖ്ലാസ് വരും. കാരണം എന്താ? അള്ളാഹുവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പടച്ചോനക്ക് ഉത്തരം കിട്ടും. അള്ളാഹ് നമ്മളിങ്ങനെ കാണുകയാണ് മനസ്സിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന ഉത്തരം നൽകുന്നുള്ള ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ട്. അശ്രദ്ധനല്ല. അങ്ങനെ ഇരിക്കുന്ന പ്രാർത്ഥനകളും ഇബാദത്തുകളുമാണ് എന്തെന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ. നമസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാകണം, സകാത്ത് കൊടുക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാകണം, സ്വതക കൊടുക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാകണം. എന്തേ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് റബ്ബ് കാണാനാണ്, അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടണം. നമസ്കരിക്കുമ്പോ ഈ നമസ്കാരം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം നമ്മുടെ മനസ്സിൽ വരണം. അസ്നംസ്കരിച്ചാൽ നമ്മൾ വരുന്നത് അല്ലേ, അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണം കഴിഞ്ഞാൽ നമ്മൾ വരുന്നത്. അസ്വലാത്തു മിഫ്താഹുൽ ജന്ന, നമസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണ് പ്രിയപ്പെട്ടവരെ. ആ നമസ്കാരം കൊണ്ട് എനിക്ക് എന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയണം. സ്വതക്ക എന്ന് പറഞ്ഞാൽ നാളത്തെ പരലോകത്തെ സ്വർഗത്തിലെ കവാടത്തിന്റെ ഒരു പേരാണ് ബാബു സ്വതക്ക. ഞാൻ പാവങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുമ്പോ മതോദാരമായി സംഭാവന ചെയ്യുമ്പോ റബ്ബേ ഈ സംഭാവന കൊണ്ട് എനിക്ക് നാളെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം എന്നുള്ള പൂതി ഉണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. സാധിക്കും, അള്ളാഹു തരുമെന്നുള്ള ഉറപ്പുണ്ടാകണം. പടച്ച റബ്ബേ ഈ കർമ്മം അള്ളാഹു സ്വീകരിക്കൂലേ എന്നുള്ള പേടി ഉണ്ടാകണം. നോമ്പുകാരായ നമുക്ക് ആ പേടിയുണ്ട്. നോമ്പുകാരായ നമുക്ക് ആ പേടി ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോ വെള്ളം കുടിക്കാത്തത്, നമ്മൾ ഭക്ഷണം കഴിക്കാത്തത്. പ്രത്യക്ഷത്തിൽ എന്നാൽ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ തിന്മകൾ ആലോചിക്കുമ്പോ, വേണ്ടാത്തത് കാണണമെന്ന് ചിന്തിക്കുമ്പോ, വേണ്ടാത്തത് പറയണമെന്ന് ആലോചിക്കുമ്പോ നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് തഖ്വ കൈവരിക്കുന്നുവെങ്കിൽ അവിടെ നോമ്പ് ജുന്നത്തായി മാറുന്നു, പരിചയമായി മാറുന്നു. ആ നോമ്പ് നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅദല്ലാഹു വജഹു അനിന്നാരി 70 ഖരീഫ, ഒരു നോമ്പിന് 70 വർഷത്തെ ദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മൾ അകറ്റുകയാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ മനസ്സിലുള്ള പേടിയാണ്. പഠിച്ചോനെ ഞാൻ നോമ്പുകാരനാണ്, എന്റെ ഈ നോമ്പ് ബാത്തിലാവോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വെള്ളം കുടിക്കാതെ ഭക്ഷണം കുടിക്കാതെ ഇരുന്നോണ്ട് അടച്ചോനക്ക് ഒന്നും കിട്ടാല, അള്ളാഹ്ക്ക് ഒന്നും കിട്ടാല. നമ്മളിങ്ങനെ പട്ടി എടുത്തിട്ട് അള്ളാഹ്ക്ക് എന്ത് കിട്ടാനാ? من لن يدع قول الزور والعمل به فليس لله حاجة أن يدع طعامه وشرابه قال رسول الله صلى الله عليه وسلم. അള്ളാഹു റസൂൽ പറയാണ്, ഒരാള് ആഹാരം ഭക്ഷണമൊക്കെ ഒഴിവാക്കണമെന്ന് പഠിച്ചവർക്ക് ഒരു കാര്യമില്ല. നിങ്ങളുടെ അശ്ലീലമായ വർത്തമാനങ്ങൾ നിങ്ങളുടെ നാവിനെയും കണ്ണിനെയും മനസ്സിനെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയൂലേ? പിന്നെ നിങ്ങൾ നോമ്പ് പോയിട്ട് പട്ടിണി നടന്നിട്ട് കാര്യമില്ലാണ്. അപ്പൊ നമ്മൾ എന്താണ് അതൊക്കെ നിയന്ത്രിക്കുന്നത്? ആ നോമ്പായി മാറാനാണ്. ഇതുപോലെ ഒരു ഇഖ്ലാസ് നമ്മുടെ ആരാധനയിൽ ഉണ്ടോ എങ്കിൽ ആ കർമ്മം സൽക്കർമ്മമാവും. അപ്പൊ ഈമാൻ ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. ഇനി ഈമാൻ ഉണ്ട്, ഇഖ്ലാസ് ഉണ്ട്, എന്നാലും കർമ്മം സ്വാലിഹാവൂല. എന്നാൽ നമ്മുടെ കർമ്മം അമൽ സ്വാലിഹാവൂല. അമൽ സ്വാലിഹായാലേ പടച്ചവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൊള്ളും. നമ്മൾ ചെയ്യുന്ന കർമ്മം അമൽ സ്വാലിഹ് ആകണമെങ്കിൽ ഈമാൻ ഉണ്ട്, ഇഖ്ലാസ് ഉണ്ടെങ്കിലും ആവൂല. മൂന്നാമത്തെ കാര്യം, നിബന്ധന നിർബന്ധമാണ്. അത് ഇത്തിബാഉർ റസൂൽ, അള്ളാന്റെ റസൂല് കാണിച്ചു തന്ന രൂപത്തിലാകണം, അള്ളാന്റെ റസൂല് പറഞ്ഞ രൂപത്തിലാകണം, അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലാകണം. നോക്കൂ നിങ്ങൾ, നമസ്കരിക്കാൻ എങ്ങനെയെങ്കിലും നമസ്കരിച്ച നമസ്കാരം ശരിയാവോ? ആത്മാർത്ഥമുണ്ട്, പടച്ചവൻ നന്നായി കാണട്ടെ, അള്ളാഹുവിന്റെ ഉത്തരം കിട്ടണം.
അള്ളാഹിൽ വിശ്വാസം ഉണ്ടായിട്ട് നമ്മൾ നിസ്കരിക്കുന്നത് ഉറപ്പാ. രണ്ടാമത്തത് പടച്ചോനെ എന്റെ നമസ്കാരം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമസ്കാരം അമൽ സ്വാലിഹ് ആകണമെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നാൽ നിസ്കരിക്കണം. കൈ എവിടെങ്കിലും കെട്ടിയാൽ പറ്റൂല, ഏതെങ്കിലും ദിക്ർ ചൊല്ലിയാൽ പറ്റൂല, ഏതെങ്കിലും പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാൽ പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലുള്ള ഇബാദത്തുകളാകണം, അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിലുള്ള ഇബാദത്താകണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, ഇസ്ലാമിക ലോകത്ത് നാം ജീവിക്കുമ്പോ, ഇസ്ലാമിക ജീവിതം നാം കൊണ്ടുവരുമ്പോ കൃത്യമായി നമുക്ക് ആരാധനകളെ കുറിച്ച്, അനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടുള്ള ബോധമുണ്ടാകണം, അറിവുണ്ടാകണം. ആ അറിവുണ്ടാകുന്നത്, ആ ബോധമുണ്ടാകുന്നത് ഇതുപോലുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിക്കുമ്പോഴാണ്, ഇതുപോലുള്ള സംഗമങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അവിടെ നമ്മൾ ഉണ്ടാകണം, നമ്മുടെ ഭർത്താവ് ഉണ്ടാകണം, ഭാര്യയുണ്ടാകണം, മക്കളുണ്ടാകണം, നമ്മുടെ മരുമക്കളുണ്ടാകണം, മരുമകളുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാവർക്കും ദീനീപരമായ വിജ്ഞാനം ഉണ്ടായാൽ മാത്രമേ നാളെ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി മുഅ്മിനീങ്ങൾ കൊണ്ടുപോകുമ്പോ കുടുംബത്തോടുകൂടി കൈപിടിച്ചുകൊണ്ട് ആ ജന്നാത്തുൻ നഈമിന്റെ ഉന്നതമായ പദവിയിലേക്ക് കയറുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈമാനുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃക ഇല്ല എങ്കിൽ ഒരു കർമ്മം സൽക്കർമ്മമാവുകയില്ല. പാപ്പ മരിച്ചെടുക്കാം, ഉമ്മ മരിച്ചു കിടക്കുകയാണ്. ആ ഉമ്മയുടെ തലയുടെ ഭാഗത്ത് നിന്ന് ഖുർആൻ ഓതുന്ന ഒരു കുട്ടിക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? ആ കുട്ടിക്ക് ഇഖ്ലാസ് ഇല്ല എന്ന് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, സ്വന്തം പ്രിയപ്പെട്ട ഉമ്മ മരിച്ചു കിടക്കുമ്പോ, സ്വന്തം പ്രിയപ്പെട്ട പിതാവ് മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ഒരു കുഞ്ഞ് ആ ഉമ്മയുടെ പൊന്നോമന മകളോ ഖുർആൻ ഓതുമ്പോ അവർക്ക് ഈമാൻ ഇല്ലാഞ്ഞിട്ടാണ് ആ ഖുർആൻ ഓതുന്നെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഈമാനുണ്ട്. അതേ, അങ്ങേയറ്റത്തെ ഇഖ്ലാസ് ഉണ്ട്. മറ്റേത് കർമ്മം ചെയ്യുന്നതിനേക്കാളും ഉമ്മയും ഉപ്പയും മരിച്ച ദിവസം ആ ഉമ്മയുടെ മാതാപിതാക്കളുടെ ചാരത്തിരുന്ന് കൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അങ്ങേയറ്റത്തെ ഇഖ്ലാസ് ഉണ്ട്. പക്ഷേ ആ കർമ്മം സൽക്കർമ്മത്തിന്റെ പട്ടികയിൽ പെടൂല, ആ സൽക്കർമ്മത്തിന്റെ പട്ടികയിൽ അള്ളാഹു പെടുത്തുകയില്ല. അത് നാളെ മഖ്ബൂലല്ല. കാരണം എന്തേ? അന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയില്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ കാണിച്ചു തന്നില്ല. ഏറ്റവും ലളിതമായി മനസ്സിലാവാനുള്ള ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മൾ ഉദാഹരണം ഉണ്ടാക്കിയാൽ മതി. എന്ത്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃക ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മം എന്താവുള്ളൂ? സൽക്കർമാവുള്ളൂ. അങ്ങനെ സൽക്കർമ്മമായാലേ നമുക്ക് എവിടെ പ്രവേശിക്കാൻ കഴിയുള്ളൂ? സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കൃത്യമായി നമ്മൾ അളന്ന് തീരുമാനിച്ച് കൃത്യമാക്കണം. നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ അമലു സ്വാലിഹാകൽ നിർബന്ധമാകണം. അതിനാകാൻ ഈമാനും ഇഖ്ലാസും അള്ളാന്റെ റസൂലിന്റെ മാതൃകയും ആ വിഷയത്തിലുണ്ട് എന്ന തികച്ച അറിവ് നമുക്കുണ്ടാകണം. എന്തിന്റെ പേരിൽ അങ്ങനെ? ഏത് കർമ്മം അങ്ങനെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്ദരമായ ആ സ്വർഗത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് കടക്കാൻ അനായാസം എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഒന്ന്, അടിസ്ഥാനപരമായി നമുക്ക് തൗഹീദ് ഉണ്ടാകണം എന്നുള്ളതാണ്. من قال آخر كلامه لا إله إلا الله ودخل الجنة. ആരാണോ മരിക്കുന്ന അവസാന നിമിഷത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്, അവൻ സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, തൗഹീദ് നിർബന്ധമാണ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? തന്റെ ജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ, സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും പ്രയാസത്തിലാണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും യാതനയിലാണെങ്കിലും വേദനയിലാണെങ്കിലും എന്നെ രക്ഷിക്കാൻ, എന്നെ സഹായിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബായ, എന്റെ മാലിക്കായ, എന്റെ ഖാലിക്കായ, എന്റെ റാസിഖായ വദൂറും റഹീമും ഗഫൂറുമായ റബ്ബുണ്ട്. ഹസ്ബിയല്ലാഹ്, എനിക്ക് എന്റെ നാഥൻ മതി. വലൻ യകുൽ ലഹു കുഫുവൻ അഹദ്,
അവന് തുല്യനായി ലോകത്ത് ഒരാളും തന്നെ ഇല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവന് തുല്യമെന്ന് പറയാൻ ഒന്നും തന്നെ ഈ ലോകത്തില്ല. അതുകൊണ്ട് ആ റബ്ബനോട് പറഞ്ഞതാണ്, അവൻ എന്റെ ശരീരത്തോട് ഏറ്റവും അടുത്തവനാണ്, അവൻ എന്റെ മനസ്സിലുള്ളത് അറിയുന്നവനാണ്, എന്റെ ഹൃദയത്തിലുള്ളത് അറിയുന്നവനാണ്, എന്നെ സൃഷ്ടിച്ചവൻ അവനാണ്, എനിക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ തന്നത് അവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തെയും നാളത്തെ പരലോകത്തെയും രാജാതിരാജനാണെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇത് തന്നെയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാദാ, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും, എന്തൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒന്നിലും പാളാതെ പതറാതെ ഒരു വ്യതിയാനവുമില്ലാതെ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കും, എന്റെ ഇബാദത്ത് മുഴുവനും അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബനോട് പറഞ്ഞതും എന്നോട് പ്രാർത്ഥിക്കാനാണ്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് എത്ര അകന്നാലും, എത്ര അകന്നാലും ശരി, ഒരു കടുമണിയുടെ വലുപ്പത്തിൽ പോലും അല്ലാഹു നിങ്ങളിൽ നിന്നും അകലുകയില്ല. ആ അല്ലാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. അല്ലാഹു മഅന, അല്ലാഹു നമ്മുടെ കൂടെയാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. ആ അല്ലാഹു പോരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ, രക്ഷ ചെയ്യാൻ, ബലിയെറുക്കാൻ, സുജൂദ് ചെയ്യാൻ, എന്തിനും അല്ലാഹു മതി. ആ അല്ലാഹു മാത്രം മതി എന്ന വിശ്വാസം ഇല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ തൗഹീദ്, കറകളഞ്ഞ തൗഹീദ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ചു നിൽക്കണം. അങ്ങനെയുള്ള തൗഹീദ് ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ മേഖലകളിൽ നാം ചെയ്യേണ്ട ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞെടുത്ത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മളുടെ ജീവിത രീതികളിൽ, നമ്മുടെ ഇബാദത്തിന്റെ മേഖലകളിൽ, സാമൂഹിക ബന്ധങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില ചെറിയ കാര്യങ്ങൾ റസൂൽ കൃത്യമായി പഠിപ്പിച്ചു. അതിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് അബൂ ദർദാ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. സ്വർഗത്തിൽ എത്തിപ്പെടാൻ പ്രിയപ്പെട്ടവരെ, നിമിഷ നേരം കൊണ്ട് ഒരു മനുഷ്യന് സാധിക്കുന്ന അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, റസൂലേ, യാ ഹബീബല്ലാഹ്, എന്റെ റസൂലേ, എനിക്ക് നിങ്ങൾ ഒരു കർമ്മത്തെ കുറിച്ച് പറഞ്ഞു തരുമോ? ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞു തരുമോ? ഒരു സ്വഭാവ രീതിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ? അല്ലദീ യദ്ഖുലുൽ ജന്ന, ആ കർമ്മം ചെയ്തുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, ആ സ്വഭാവം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, ആ ജീവിത രീതി കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. പ്രിയപ്പെട്ടവരെ, കോപിക്കുക എന്നുള്ളത് നമുക്ക് നരകം കിട്ടാനുള്ള ഒരു കാരണം. കൃത്യമായിട്ട് ഞാൻ തുടങ്ങാൻ കാരണം എന്തായാലും നമ്മളെ വിഷയം, നമ്മളുടെ വൈകാരികത, നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിൽ പല ആളുകളും പെട്ടെന്ന് പ്രഷർ കൂടുന്ന ആളുകളാവും, അല്ലെ? പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നിലപാട് മാറും, നമ്മളെ വർത്താനം മാറും. അപ്പൊ ഈ കാലഘട്ടങ്ങളിലൊക്കെ നോമ്പ് നമ്മൾ എടുത്ത എന്തിനാണ്? നോമ്പ് ക്ഷമക്ക് വേണ്ടിയാണ്, അല്ലെ? നമ്മൾ ഇംസാക്കാണ് പിടിക്കുക. ഭക്ഷണത്തിന് മാത്രമല്ല നമ്മൾ മാറ്റി വെച്ചേ, നമ്മുടെ സ്വഭാവ രീതികളൊക്കെ നമ്മൾ പിടിച്ചു വെച്ചു, ക്ഷമിച്ചു, അല്ലെ? വേണ്ടാത്ത വർത്താനം പറയില്ല, പെട്ടെന്നുള്ള നിലപാട് വരില്ല, പൊട്ടിത്തെറിക്കലില്ല, ഒന്നുമില്ല. ഇത് നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു സാധനം. അതുകൊണ്ട് ഞാൻ ഈ വിഷയം ആദ്യം പറഞ്ഞു. ലാ തഗ്ളബ്, കോപിക്കരുത്. റസൂൽ പറയണം, കോപിക്കരുത്. കോപം വലിയ അപകടമാണ്. കോപം സകല നാശത്തിന്റെയും താക്കോലാണ്, സകല നാശത്തിന്റെയും താക്കോലാണ്. എന്താ കാരണം? കോപമാണ് മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുന്നത്. കോപത്തിന്റെ ആദ്യം ഭ്രാന്താണ്, പിന്നീട് അതിന്റെ അവസാനം സങ്കടാണ്. കോപം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യോ? കയ്യിലിട്ടിട്ട് എറിയും, പൊട്ടിക്കും, നാവുകൊണ്ട് പറയേണ്ടത് മുഴുവൻ പറയും. അതിലൂടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മനസ്സുകൾ വേദനിച്ചു പോകും. പ്രിയപ്പെട്ട മക്കളുടെ മാനസിക നില തെറ്റിപ്പോകും. പ്രിയപ്പെട്ട ഭാര്യമാരുടെ മാനസിക നില തെറ്റിപ്പോകും. ചില ഭർത്താക്കന്മാരുടെ ജീവിതം തന്നെ അവസാനിച്ചു പോകും, അല്ലേ? എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യണം.
ഒരുപാട് ആളുകൾ ജീവിതം മടുക്കുകയാണ്, ഡൈവേഴ്സ് കേസുകൾ വർദ്ധിക്കുകയാണ്, മക്കളുടെ മാനസിക നില തെറ്റുന്ന വർത്തമാനങ്ങൾ, വാർത്തകൾ വരികയാണ്. എന്താ കാരണം? കോപമാണ്, ക്രോധമാണ്, എടുത്തുചാട്ടമാണ്. പെട്ടെന്നുള്ള ആ ഒരു ഭ്രാന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ സകലമാന കർമ്മങ്ങളും നിഷ്ഫലമാക്കി നരകപ്രവേശനത്തിന് കാരണമാവുന്നതാണ്. സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒന്നാമത്തെ കാര്യം കോപിക്കരുതെന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും ഉപ്പയും ഒക്കെ ഉള്ള നമ്മുടെ സന്തുഷ്ട കുടുംബത്തിൽ കോപം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണോ? അത് തണുപ്പിക്കണം. ഏതുപോലെ കോപമുണ്ടാകുന്ന സമയത്ത് നമ്മൾ നീറ്റുന്നാ മതി. ഇരിക്കണം, എണീറ്റിക്കുക. നിൽക്കുകയാണെങ്കിലോ ഇരിക്കുക, അല്ലെങ്കിലോ നടക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷത്തെ കോപം നമ്മളിൽ നിന്ന് കോപം പോകുമെന്നാണ്. അധ്യാപകരോട് ക്ലാസ് റൂമിലേക്ക് വടി കൊണ്ടുവരുതെന്ന് പറയാണ്ടായ ഒന്നാമത്തെ കാരണം എന്താ? കൊണ്ടുപോകുന്ന വടി വടിയിട്ട് പോകരുത്. പിന്നെ നിങ്ങൾ വടിയിട്ട് വന്നാലും വേണ്ടില്ല, പോകുമ്പോ നിങ്ങൾ വടിയിട്ട്. കാരണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിക്കുമ്പോൾ ഒന്നാണ് കൊടുക്കും. ചിലപ്പോൾ അത് കണ്ണിന് കൊടുക്കും, ചിലപ്പോൾ അത് നല്ല ശകാരമായ വേദനകൾ ഉണ്ടാവും, അത് വലിയ അപകടം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കോപമുണ്ടായാൽ അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകും. ഭർത്താവ് ഭാര്യനോട് വർത്താനം പറയുമ്പോ, ഭാര്യ ഭർത്താവിനോട് തിരിച്ചു പറയുമ്പോ അവിടെയൊക്കെ നമ്മളുടെ പക്വത നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ത്വയ്യിബുൽ കലാം, നിങ്ങൾ സംസാരം നന്നാക്കുക. കോപം ഉണ്ടാവില്ലെങ്കിൽ നല്ല സംസാരവും. നല്ല സംസാരം ഉണ്ടോ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അമിതമായ സംസാരത്തെ വെറുക്കുന്നു, അമിതമായ സംസാരത്തെ ഞാൻ ഭയക്കുന്നു. കാരണം അമിതമായ സംസാരം എന്നെ നരകത്തിലേക്ക് അടുപ്പിക്കും, സ്വർഗത്തിൽ നിന്ന് അകറ്റുമെന്നാണ്. നമ്മളിങ്ങനെ കൂടുതൽ വർത്താനം പറയാൻ പാടില്ല. കൂടുതൽ വർത്താനം പറയുമ്പോ മറ്റുള്ളവരെ ചിരിപ്പിക്കാന്, മറ്റുള്ളവരെ ആ നിലക്ക് ചിരിപ്പിക്കുന്ന പദങ്ങൾ വരും. അത് ചിലപ്പോ കളവാകാം, തമാശക്കാവും. ഞാൻ പറയാം, അപ്പൊ നമ്മളത് പറയുന്നത് കളവാകും. ആ കളവ് കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ ഗ്രാഫ് കുറഞ്ഞു പോവാൻ. നമ്മൾ ചിലപ്പോ സംസാരിക്കുമ്പോ ചില മനസ്സുകളെ വേദനിപ്പിക്കുന്ന വർത്താനം വരും. ആ വേദനിപ്പിക്കുന്ന വർത്തമാനം നമ്മുടെ ഇബാദത്തുകൾ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നോ ഇല്ലാതെയായി പോവാൻ. നമ്മുടെ ഇബാദത്ത് ഇല്ലാതെയായി പോവാൻ. പരലോകത്ത് നമ്മൾ ഏറ്റവും വലിയ നഷ്ടക്കാരുടെ പാപ്പരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യും. ഒരു മനുഷ്യന്റെ മനസ്സും നമ്മുടെ വാക്കുകൊണ്ട് വേദനിക്കാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സും വേദന ഉണ്ടാകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, കുന്തം കൊണ്ട് കുത്തുന്നതിനേക്കാളും മുറിവാണ്, വേദനയാണ് നാവ് കൊണ്ടുള്ള കുത്ത് എന്ന് അറബി സാഹിത്യത്തിൽ കാണാൻ കഴിയും. കാരണം ഒരു കുന്തം കൊണ്ട് ഒരാൾ വേദനിപ്പിച്ചാൽ അത് ആ മുറിവ് അല്പസമയം കഴിഞ്ഞാൽ, അല്പകാലം കഴിഞ്ഞാൽ മാറിപ്പോകും. എന്നാൽ നാവ് കൊണ്ട് നമ്മൾ ഒരാൾ വേദനിപ്പിച്ചാൽ അത് അവൻ മരിച്ചാലും ചിലപ്പോ അവന്റെ ജീവിതകാലം മുഴുവനും ആ വേദന അവിടെ ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, പൊറുക്കാൻ ചിലപ്പോ പറ്റും, പക്ഷേ മറക്കാൻ കഴിയൂല. അതുകൊണ്ട് നമ്മുടെ നാവുകളെ, നമ്മുടെ വാക്കുകളെ, സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ സ്വർഗം കിട്ടാൻ ഒന്നാമത്തത് കോപിക്കാതിരിക്കുക, നല്ല സംസാരത്തിന്റെ ഉടമകളാവുക. 3 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്ന്. നമുക്ക് സ്വർഗം കിട്ടാനുള്ള കാരണമാണ് പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം. ഇപ്പൊ നമ്മൾ നോമ്പുകാരൻ, അല്ലാഹുവിന്റെ റസൂൽ പറയും, മൻ ഫത്തറ സ്വാഇമൻ, ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പ് പറപ്പിച്ചു, അവന്റെ പ്രതിഫലം എന്താണ്? ഇന്ന് ഒരു നോമ്പുകാരനെ നാം നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന്റെ അസർ വരെയുള്ള അവന്റെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടണം. ആ നോമ്പിന്റെ പുണ്യം മാത്രമല്ല കിട്ടുന്നത്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളൊക്കെ പറഞ്ഞെന്താ നോമ്പുകാരന്റെ പ്രതിഫലം എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച നോമ്പിന്റെ പുണ്യാണ്. നോമ്പിന്റെ പുണ്യം തന്നെ അപാരമാണ്, പറയാൻ കഴിയൂല. ഞാനാണ് ഇതിന് പ്രതിഫലം കൊടുക്കാന്ന് പഠിച്ചോൻ പറഞ്ഞു. എത്ര കണക്കാൻ കഴിയില്ല. അതിന് പുറമെ അയാളുടെ രാവിലെ മുതൽ അസ്ർ വരെ അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഉള്ള പുണ്യം നമ്മൾ ആ നോമ്പുകാരനെ നോമ്പ് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടണം. ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത്ആമിന് ഭക്ഷണം നൽകുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തു, സ്വർഗം ലഭിക്കാനുള്ള കാരണം. മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, 2 നമസ്കാരങ്ങളുണ്ട് മനുഷ്യനവന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത 2 നമസ്കാരങ്ങൾ. ഒന്ന് സ്വലാത്തുൽ ഫജ്ർ വൽ അസ്ർ, ഒന്ന് സുബ്ഹ് നമസ്കാരവും മറ്റൊന്ന് അസ്ർ നമസ്കാരവുമാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, മൻ
മൻ സല്ലൽ ഫർദൈനി ഇല്ലാ ദഖലൽ ജന്ന. ആരെങ്കിലും രണ്ടു നേരത്തെ നമസ്കാരങ്ങൾ നമസ്കരിച്ചാൽ, അഥവാ ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവും നമസ്കരിച്ചാൽ അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, മൻ തറക സ്വലാത്തൽ അസ്ർ, ആരെങ്കിലും അസ്ർ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ സകലമാന ഇബാദത്തുകളും ബാത്തിലാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് അധികവും പോണ നമസ്കാരം അസ്റാണ്. അധികവും കിട്ടണ നമസ്കാരം അതാണ് മഗ്‌രിബാണ്, അല്ലേ? മഗ്‌രിബ് എല്ലാവരും റെഡിയാണ്. അസ്ർ നമസ്കാരം സുബഹി പിന്നെ ഓൾറെഡി ഇല്ലാത്തതാണല്ലോ, പിന്നെ ചർച്ച ചെയ്യണ്ട. അസ്ർ നമസ്കാരം അത് പിന്നെ അത് തീരാണ്ട് കിട്ടൂല. കാരണം നമ്മൾ ഹയാത്തിലുണ്ടെങ്കിലും നമുക്കൊരു മടിയാണ്, നമ്മൾ പോവൂല. നോക്കൂ നിങ്ങൾ, നമ്മുടെ കാലുമത്തെ പുതപ്പ് തട്ടി മാറ്റിയ സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോ പള്ളിയിലേക്ക് പോകാനുള്ള ഈമാന്, പ്രിയപ്പെട്ടവരെ, എന്നാണ് നമ്മൾ നേടിയെടുക്കുക? എന്നാണ് നമ്മൾ നേടിയെടുക്കുക? ഈ റമളാൻ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, അത് തുടരേണ്ടതുണ്ട്. അസ്ർ നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട നമസ്കാരമാണ്. എന്റെ ഫജ്റിനും അസ്റിനും ഇത്ര പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, എന്താണ് ഈ നമസ്കാരങ്ങൾക്ക് ഇത്ര പ്രാധാന്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ സന്ദർഭത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ട് കൂട്ടം മലക്കുകൾ കടന്നു വരുന്നത്. ഒരു കൂട്ടം മലക്ക് വരുന്നത് സുബഹിന്റെ സമയത്താണ്. സുബഹിന്റെ സമയത്ത് വന്ന കൂട്ടം മലക്കുകൾ ഈ ലോകത്തിൽ നിന്ന് വാനലോകത്തേക്ക് തിരിച്ചു പോകുന്ന സമയം അസ്റിന്റെ സമയമാണ്. ആ സമയം മറ്റൊരു കൂട്ടം മലക്കുകൾ വരുന്നത് അസ്റിന്റെ സമയത്താണ്. അവർ ഇനി പോകുന്നത് നാളത്തെ സുബഹിന്റെ സമയത്താണ്. ഈ രണ്ട് കൂട്ടം മലക്കുകളും അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആ മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫ തറൗന ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്? ആ സമയത്ത് മാലാഖമാർ അള്ളാഹിനോട് പറയുന്ന മറുപടി, അതാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു, സുബഹ് നമസ്കരിക്കുകയാണ്. വതറക്നാഹും വഹും യുസല്ലൂൻ, അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പോരുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കുന്ന ആ സന്ദർഭം അസ്ർ, അതുപോലെ തന്നെ ഫജ്ർ നമസ്കാരം ഒരു മനുഷ്യൻ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവന് സ്വർഗത്തിലെത്താൻ പ്രയാസമില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ചില പെണ്ണുങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ചില സ്ത്രീകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിന് അനായാസം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാണ്. ഏതാണ് ഒന്നാമത്തെ കാര്യം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സല്ലത്ത് ഹംസഹ, 5 നേരം ഒരു പെണ്ണ് നമസ്കരിക്കുന്നുവെങ്കിൽ, വസാമത്ത് ശഹറഹ, അവൾക്ക് ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കുവാൻ, റമളാൻ എന്ന മാസക്കാലം നോമ്പനുഷ്ഠിക്കുവാൻ അവൾക്ക് സാധിച്ചാൽ, വഅഫദത് ഫർജഹ, അവളുടെ ചാരിത്ര വിശുദ്ധി അവൾ കാത്തു സൂക്ഷിക്കുന്നവളാണെങ്കിൽ, വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ ആ നിലക്ക് ആദരിക്കുന്നവളാണെങ്കിൽ, ഖീല ലഹ, അവളോട് മാലാഖമാര് നാളെ വാനലോകത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, ഉദ്ഖുലീ അൽ ജന്നത, ഈ സുന്ദരമായ സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം. എങ്ങനെ പ്രവേശിക്കാം? മിൻ ഐ അബ്വാബിൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഏത് കവാടത്തിലൂടെയും നാളെ ഒരു പെണ്ണിന് നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമാകുന്ന, വളരെ പ്രയാസമില്ലാതെ ഈ ലോകത്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം 5 നേരത്തെ നമസ്കാരം, റമളാൻ മാസത്തിലെ വ്രതമെടുക്കൽ, അതുപോലെ തന്നെ അവരുടെ ചാരിത്ര വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണ്, ഭർത്താവിനെ അനുസരിക്കുന്നവളാണെങ്കിൽ അവളോട് നാളെ മലക്കുകൾ പറയുകയാണ്, ഉദ്ഖുലീ അൽ ജന്നത, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉമ്മമാർ, പെങ്ങന്മാർ, സഹോദരിമാർ, പ്രിയപ്പെട്ടവരെ, കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് അത് അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം. രണ്ടാമത്തത് നോമ്പെടുക്കുന്ന വിഷയം. നമ്മുടേതായ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിനെയെല്ലാം മറികടക്കാൻ അതിൻ്റെതായ രൂപത്തിൽ അതിനെ നോക്കി 8 ദിവസങ്ങൾ കൃത്യമായി നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം. ആ നോമ്പ് പോയതുണ്ടോ, നട്ടുപോയ നോമ്പുകളുണ്ടോ, അത് അടുത്ത റമളാന് മുമ്പ് മറ്റ് അടുത്ത റമളാന് വരുന്നതിന് മുമ്പ് നോറ്റുകൂട്ടാനുള്ള ശ്രദ്ധയുണ്ടാകണം. ഇനി അത് നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നില്ലയോ, ഒരിക്കലും നോക്കാൻ കഴിയാതെ പോകുന്ന രൂപത്തിൽ നിങ്ങൾ ശാരീരികമായ അസ്വസ്ഥതരാണ്, നിങ്ങൾ രോഗികളാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആ നോമ്പിന് നിങ്ങൾ പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് ഫിദിയ കൊടുക്കണം. അങ്ങനെ ആ നോമ്പിന്റെ കടം വീട്ടണം.
ആ നോമ്പിന്റെ കടം വീട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ ആങ്ങളയോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നവരോട് നിങ്ങൾ പറയണം, എനിക്ക് ഇത്ര നോമ്പ് കടമുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ അതിന്റെ പോംവൈ, അതിന്റെ പരിഹാരം നിങ്ങൾ കാണണം കേട്ടോ എന്ന്. പ്രിയപ്പെട്ട ഉമ്മമാര്, ഭാര്യമാര്, പെങ്ങള്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, നിങ്ങളുടെ ആങ്ങളയോട്, നിങ്ങളുടെ ഉപ്പയോട്, ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്ന ആളുകളോട് നിങ്ങൾ വസിയത്ത് നൽകണം. കാരണം ഇത് അള്ളാഹുവിനോടുള്ള കടമാണ്, ഇത് അള്ളാഹുവിനോടുള്ള കടമാണ്. ആ കടം വീട്ടാതെ ഈ ലോകത്തുനിന്ന് പോകാൻ പാടില്ല. അപ്പൊ സ്വർഗം ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. 2 അവരുടെ ചാരിത്രത്തെ കാത്തു സൂക്ഷിക്കുന്നവളാകണം. ഒരു പെണ്ണിന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അവരുടെ വസ്ത്രവിധാനം, അവരുടെ പെരുമാറ്റം, അവരുടെ ശരീരത്തിന്റെ പ്രകൃതി, അതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് ആകർഷണീയമല്ലാത്ത രൂപത്തിലേക്ക് മാറ്റണം. ആകർഷണീയമല്ലാത്ത രൂപത്തിൽ മാറ്റണം എന്നാണ്. കാരണം പണ്ഡിതന്മാര്, അഖിലമായ പണ്ഡിതന്മാരും പെണ്ണിനെ പറ്റി പറഞ്ഞത് അന്നിസാഉ ഔറ, അന്നിസാഉ ഔറ, അന്നിസാഉ ഔറ. സ്ത്രീ മൊത്തത്തിൽ ഔറത്താണ്, സ്ത്രീ മൊത്തത്തിൽ ഔറത്താണ്. അവളുടെ ഒരു തലമുടി പോലും ഒരു അന്യപുരുഷൻ കണ്ടുകൂടാ. അവിടെ ചെവിയുടെ ഭാഗം, അവിടെ കഴുത്തിന്റെ ഭാഗം, അവരുടെ മാറുഭാഗം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ 8ഓളം ആളുകളല്ലാത്ത ഒരാളും കണ്ടുകൂടാൻ പാടില്ല. സൂറത്ത് നൂർ അതിൽ നമ്മൾ പഠിക്കണം. സൂറത്ത് നൂറിലുണ്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെല്ലാം അവയവങ്ങൾ ആർക്കൊക്കെ കാണാൻ പറ്റും. കൃത്യമാണ്. വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഉപ്പുണ്ടാവും, ആങ്ങളുണ്ടാവും, അനിയനുണ്ടാവും, അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉപ്പുണ്ടാവും, ഭർത്താവിന്റെ അനിയൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുടുംബത്തിലുള്ള 8ഓളം ആളുകൾക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതും. അതെന്താണെന്ന് നമ്മൾ സൂറത്ത് നൂർ പഠിക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു അല്ലിമൂ നിസാഅകും സൂറത്തൻ നൂർ. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ ഉമ്മമാരും സൂറത്തുൻ നൂർ നിർബന്ധമായും പഠിക്കണം. അതിലുണ്ട് ശരീരം എങ്ങനെ, ശരീരത്തിന്റെ ജീവിത രീതിയിൽ നമ്മുടെ വസ്ത്രധാരണം എങ്ങനെയെന്ന് കൃത്യമായി അത് പറയുന്നുണ്ട്. അത് കൃത്യമാണോ എങ്കിൽ സ്വർഗപ്രവേശനം ലളിതമാണ്. എന്തേ കാരണം? കാസയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഅഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കാസയാത്തുൻ ആരിയാത്തുൻ, ചില പെണ്ണുങ്ങളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നഗ്നരാണ്. ശരീരത്തിന്റെ അവയവങ്ങൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഇടുങ്ങിയതും അതുപോലെ തന്നെ കേറിയതും വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ പെങ്ങളെ, മായിലാത്തുൻ മുമീലാത്തുൻ, അവർ ആടിക്കുഴഞ്ഞു നടക്കുന്നവരാണ്. അന്യ പുരുഷന്മാരുമായി അല്ലാതെ സല്ലപിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യദ്ഖുൽനൽ ജന്ന, ആ പെണ്ണ് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദ്ന റീഅഹാ, ഒരു മനുഷ്യൻ 40 ദിവസം നടന്നാൽ എത്ര ദൂരത്തേക്ക് എത്തുമോ അത്രയും ദൂരത്തേക്ക് അടിച്ചു വീശുന്നതാണ് സ്വർഗത്തിന്റെ പരിമളം എന്ന് പറയുന്നത്. ആ വാസന പോലും, ആ സ്മെല്ല് പോലും, ആ പരിമളം പോലും അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അനുഭവിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ ഉമ്മാന്റെ ഒക്കെ ഡ്രസ് എങ്ങനെയാണ്, വസ്ത്രധാരണം എങ്ങനെയാണ്? അത് വാങ്ങിച്ചു കൊടുത്ത ഭർത്താവിന് ശിക്ഷയുണ്ട്, അത് വാങ്ങിച്ചു കൊടുത്ത ഉപ്പാക്ക് ശിക്ഷയുണ്ട്, അത് വാങ്ങിച്ചു കൊടുത്ത പിതാവിനും അതുപോലെ തന്നെ ആർക്കൊക്കെയാണോ അത് വാങ്ങിച്ചു കൊടുത്തത് അവർക്കൊക്കെ അതിനുള്ള ശിക്ഷയും ലഭ്യമാണ് കേട്ടോ. കാരണം ആ കാരണത്താൽ ആ വസ്ത്രം ധരിച്ചതിന്റെ പേര് ഏതെങ്കിലും ഒരു കണ്ണ് നരകത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കണ്ണ് ഹറാമ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുമുള്ള ശിക്ഷ ആ സ്ത്രീകൾക്കുണ്ട്, അത് വാങ്ങിച്ചു കൊടുത്തവർക്കുണ്ട്. കൃത്യമാണ്. സ്വർഗം കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നമ്മൾ പറഞ്ഞത് അങ്ങനെ എങ്ങനെ പറ്റൂല. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ്? എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതഹ്സബൂന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് പ്രവേശിക്കാൻ കഴിയുമെന്ന്? ഒരിക്കലും പറ്റൂല. ത്യാഗം ഉണ്ടാകണം, വളരെ വലിയ ത്യാഗം ഉണ്ടാകണം. വീണ്ടും ഉമ്മമാരോട്, വീണ്ടും പത്നിമാരോട്, ഭാര്യമാരോട് റസൂൽ പറഞ്ഞു മറ്റൊരു ഉപമ, അതിൽ മറ്റൊരു ഗുണം എന്താണ് ഒരു പെണ്ണിന് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നത്? വഅതാഅത് സൗജഹാ, ഭർത്താവിനെ അനുസരിക്കുന്നവളായി അവൾ മാറണം.
ഭർത്താവിനനുസരിക്കുക അല്ലെ. ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല ഗുണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞതാ, ഇദാ നളർത ഇലൈഹ സർറത്തുക. ഭർത്താവ് ഭാര്യനെ നോക്കിയാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവണം. എങ്ങനെ? ഭർത്താവ് ഭാര്യനെ നോക്കിയാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥാക്കുന്നവരോ? കൃത്യമായി പറഞ്ഞാൽ ഭാര്യ വീട്ടിലുണ്ടായിട്ടും വീട്ടിലേക്ക് വരാൻ തോന്നണം, ഭാര്യനോട് വർത്താനം വരാൻ തോന്നണം, ഭാര്യന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നണം, ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന പരാതിരിക്കണം. ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ആ പെണ്ണ് നല്ല പെണ്ണാണ്. എത്രത്തോളം അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുംറഅത്തിൻ മാതത്, ഒരു പെണ്ണ് മരിച്ചു പോവാണ്, ഒരു പെണ്ണ് മരിച്ചു പോവാൻ, അവളുടെ ഭർത്താവ് അവളെ കുറിച്ച് തൃപ്തനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണ് കേട്ടോ. പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സ്വർഗത്തിലെത്താനുള്ള എളുപ്പമാർഗം എന്ത് എന്ന് ഈ റമദാനിന്റെ 17 ഈ ദിവസം നമ്മൾ ഈ സെന്ററിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോ മനസ്സിൽ കുറിച്ചിടാൻ നമുക്ക് കഴിയണം. ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു പോവുകയാണ്, ആ പെണ്ണിനെ കുറിച്ച് അവിടെ ഭർത്താവ് തൃപ്തനാണെങ്കിൽ ആ പെണ്ണ് നാളെ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിക്കുന്നത്. ഭർത്താവിനോടുള്ള കടമകൾ മറന്നു പോകാതിരിക്കുക, ഭർത്താവിനോടുള്ള ആദരവ് മറക്കാതിരിക്കുക, ഭർത്താവിനുള്ള ബഹുമാനം അറിയാതെ പോകാതിരിക്കുക. ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ അത് പറയാൻ കാരണം തരോ, ഇന്നത് നഷ്ടപ്പെടുന്ന കാലം, ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ മേഖല കൃത്യമാണ്. മറ്റൊരു വിഷയം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, യാ സ്വഹാബ, നിങ്ങൾക്ക് സ്വർഗം നേടാനുള്ള ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരയട്ടെയോ? എന്താണെന്ന് റസൂലുള്ളാഹിനോട് സഹാബികൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതുകയാണ് ബഅദ സ്വലാത്തിൽ ഫരീള, നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ഇല്ലാ ദഖലൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. എന്തേ? ഒരു തടസ്സം മാത്രമാണുള്ളത്, ഒരൊറ്റ തടസ്സമാണ് ഒരു മനുഷ്യനുള്ളത്, ഇല്ലാ അയ്യമൂത, അവൻ മരിക്കാത്ത ഒരു കാര്യം മാത്രം. എന്ന് പറഞ്ഞാൽ നിർബന്ധമായ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദിക്റുകൾ ഉണ്ടല്ലോ, അതെ, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ കഴിഞ്ഞ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ നമ്മൾ ഇനി സ്വർഗത്തിലേക്ക് പോകാൻ ഒരു കാര്യം മാത്രമേ തടസ്സമുള്ളൂ. അതേതാ? നമ്മൾ മരിക്കുക എന്നുള്ളത് മാത്രം. നമ്മൾ മരിക്കുക എന്നുള്ളത് മാത്രമേ ഇനി സ്വർഗത്തിലേക്ക് പോവാൻ തടസ്സമുള്ളൂ. അപ്പോ നിർബന്ധ നമസ്കാരത്തിന് ശേഷം എന്നും നമ്മൾ എന്ത് ചെയ്യാ? ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുന്നത് ശീലമാക്കാം. അത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. ഇനിയോ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ദുആഉ ബഅദൽ വുളൂഇന് ശേഷമുള്ള ദുആ. ഒരാള് ദുആ ചെയ്യുകയാണ്. എങ്ങനെയുള്ള വുളൂആണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യതവല്ലഉ വയുഹ്സിനു വുളൂഅഹു ثم يقوم ويصلي ركعتين وجبت الجنة. قال رسول الله صلى الله عليه وسلم, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിം യതവല്ലഉ വയഹ്സിനു, ഒരാൾ ഒതുണ്ടാക്കാൻ എങ്ങനെയെങ്കിലൊക്കെ പാടെ വെള്ളം തെറിപ്പിച്ചു പോകാനല്ല, ശരിക്കും ശ്രദ്ധിക്കണം. ഒതുണ്ടാക്കുമ്പോ പലരും വേണം ഒതുണ്ടാക്കുമ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞാണ്ട് ഒതുണ്ടാക്കണം, ആ ഒതു സ്വീകരിക്കൂല. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഒതുണ്ടാക്കുമ്പോ വർത്താനം വരാൻ പാടില്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉളു ഉണ്ടാക്കുമ്പോ ഉളുവിന്റെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥന കഴിയാതെ ഒരാൾ മിണ്ടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒതുടുക്കുമ്പോഴാ വർത്താനം പറയാ, ഒതുടുക്കുമ്പോഴാ നമുക്ക് പലതും പറയാണ്ടാവുക. നമ്മുടെ ഒളുവിന്റെ ഈമാൻ ഇഖ്ലാസ് നഷ്ടപ്പെടുകയാണ്. ആ ഒളു ചെയ്യുന്നതിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകൾ നഷ്ടപ്പെടുകയാണ്. മൗനമായി നമ്മൾ ഒളു ഉണ്ടാക്കണം. എങ്ങനെയാണ്? വയഹ്സിൻ, ഏറ്റവും നല്ല രൂപത്തിൽ ഒളു ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലൊക്കെ വെള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ പോരാ. മുട്ടിന്റെ ഇവിടെ നനഞ്ഞിക്കണോ, തല നല്ലപോലെ തടവിയണോ, കാലുമല്ലേ നോക്കൂ, കാലുമലൊക്കെ പോ. ചില ആളുകൾ കാണാം ഒതു ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ 12 കോപ്പ വെള്ളാണ്ട് പാരും. അവിടുന്ന് വെള്ളത്തിൽ 12 കോപ്പ വെള്ളം കാലുമക്കാണ്ട് പാരും. എന്നിട്ടാണ് മടമ്പ് നോക്കുക നനഞ്ഞിക്കണോ.
എന്നിട്ടാണ് മടമ്പുക നോക്കുക നനഞ്ഞിക്കണം. അള്ളാന്റെ റസൂല് കാല് തടവാനാണോ പറഞ്ഞത് കഴുകാനാണോ പറഞ്ഞത് നമ്മൾ നോക്കണം. നോക്കൂ നിങ്ങൾ, കാല് തടവണം, കാല് തടവി കഴുകണം എന്നാണ്. നമ്മുടെ കാല് നമ്മൾ കൈകൊണ്ട് വരതിയിട്ട് കഴുകണം. അല്ല വെള്ളം പാർന്നാ പോരാ, പൈപ്പിനോട്ട് ഇങ്ങനെ പിടിച്ച് കാട്ടിയാ പോരാ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഉളു എങ്ങനാകണം? ഏറ്റവും നല്ല രൂപത്തിൽ ഉളു ചെയ്യണം. അങ്ങനെ ഉളു ചെയ്ത് അവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ വജബത്തുൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ചെയ്യാൻ കഴിയും. ഒന്നായിട്ട് ആൾക്കാർക്ക് അരി വാരി ഒഴുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാൻ കഴിയണം നിസ്സാരമായ പ്രവർത്തനം. ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് സ്വർഗം ലഭിക്കാൻ സാധ്യമാകുന്ന മറ്റൊരു കാര്യത്തെ പറഞ്ഞത് തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ പശ്ചാത്താപം. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം നൽകുന്നു എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി തൗബ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇനി ഏറിപ്പോയാൽ ഒരു 12 നോമ്പ് കൂടിയാണ് നമ്മുടെ മുൻപിലുള്ളത്. നമുക്ക് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ, പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഏതെങ്കിലും നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് കൈകളുയർത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റബ്ബേ എന്റെ ജീവിതകാലത്ത് ഞാൻ ഇന്ന ഹറാമുകൾ കണ്ടിട്ടുണ്ട്, അതിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാ തൗബയാവൂല, അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറഞ്ഞാ തൗബയാവൂല, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി എന്ന് പ്രാർത്ഥിച്ചാൽ തൗബയാകൂല. തൗബയാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചെയ്ത തിന്മകൾ ഇങ്ങനെ ഓർമ്മ വരണം. ഞാൻ ഇന്ന ദിവസം ഇന്ന ഹറാമ് കണ്ടിട്ടുണ്ട്, ഇന്ന ഹറാമ് ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഇന്ന ഹറാമ് ഞാൻ തിന്നിട്ടുണ്ട് റബ്ബേ, ഇന്ന ഹറാമ് ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, ഇന്ന ബന്ധം ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു പോയ തിന്മകൾ ഓരോന്നോരോന്നായി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പറയണം, റബ്ബേ ഇനി ഞാനത് ചെയ്യൂല, ഞാൻ ചെയ്തു പോയ റബ്ബേ ഇനി ഞാനത് ചെയ്യൂല എന്ന് അള്ളാഹുവിനോട് വാക്ക് കൊടുക്കണം. അതാണ് തൗബ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ തൗബ ചെയ്താൽ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അങ്ങനെ നിങ്ങൾ തൗബ ചെയ്തോ, ആയിരക്കണക്കിന് തിന്മ ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങളുടെ ആ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റിത്തരുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിന്റെ മധ്യഭാഗത്ത് പഠിപ്പിക്കുകയാണ്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റുകയാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അല്ലാഹു ഏറെ കാരുണ്യമുള്ളവനാണ്. അള്ളാഹു പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഈ പാപങ്ങളൊക്കെ അള്ളാഹു കൊണ്ട് മാപ്പ് തരും, പോരാത്തതിനും ഈ തിന്മകളൊക്കെ അള്ളാഹു നന്മകളാക്കി മാറ്റിത്തരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്വർഗം ലഭിക്കാനുണ്ടായ മറ്റൊരു കാര്യം നമ്മുടെ തൗബയാണ്. എങ്ങനെ തൗബ ചെയ്യണം? തൗബതൻ നസൂഹ, ആത്മാർത്ഥമായി ഇന്ന് തന്നെ തീരുമാനിക്കണം. സ്വർഗം വേണോ, സ്വർഗത്തിലെത്തണോ, നമ്മുടെ തിന്മകൾ അള്ളാഹിനോട് എടുത്തു പറഞ്ഞ് പടച്ചോനെ എനിക്ക് പൊറുത്തു തരണം എന്ന് അള്ളാഹിനോട് എടുത്തു പറഞ്ഞിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ആ തിന്മ ഇനി ചെയ്യാതിരിക്കുകയും ചെയ്യുക. ആ ഉറപ്പ് നമുക്ക് ഉണ്ടാവും വേണം. അങ്ങനെ ചെയ്താൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കും. മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത്തരം ആളുകൾ എവിടെയെന്നോ, ഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ നാളെ സ്വർഗത്തിലാണ്. അവ സ്വർഗത്തിൽ കിട്ടാവുന്ന ഒരു മാർഗം അതാണ്. മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമൻ സഅല ജന്നത സലാസ മററാത്ത്,
ദിവസവും 3 തവണ ഒരാൾ സ്വർഗത്തെ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പറയും, ആ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹുവിനോട് 3 തവണ എന്നും രാവിലെ എണീറ്റുകൊണ്ട് അല്ലാഹുവിനോട് അഥവാ സുബഹ് നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിനോട് 3 തവണ സ്വർഗത്തെ ചോദിക്കണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു അല്ലാഹുമ്മ അല്ലാഹുവേ ഞാൻ അസ്അലുക്കൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു എന്ന് ദിവസവും 3 തവണ അല്ലാഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്. ദിവസവും വൈകുന്നേരം അഥവാ മഗ്‌രിബിന് ശേഷം ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് 3 തവണ ചോദിച്ചാൽ അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് തേടണം. 3 തവണ സ്വർഗം ചോദിക്കുക, 3 തവണ നരകത്തിന് രക്ഷ തേടുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ഇൽമ് അഥവാ ഇസ്ലാമികമായ അറിവുകൾ നേടിയാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് നേടാൻ നമ്മൾ സദസ്സുക്ക് വന്നത്. ഇതുപോലുള്ള സദസ്സുകളിൽ പോയിരുന്ന് ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ നമ്മൾ തയ്യാറാണോ? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിക്കുകയാണ്, അറിവന്വേഷിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. മറ്റൊരു ചരിത്രത്തിൽ കാണാം, നമ്മുടെ വഴിവക്കിലൊക്കെയുള്ള ആ ഉപദ്രവങ്ങൾ മാറ്റിയാൽ സ്വർഗം കിട്ടുന്നതാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ കണ്ടു എന്നാണ്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, സ്വർഗം കിട്ടാനുള്ള 2-3 സൂത്രവാക്യം കൂടി പറയാനുണ്ട്. അതിന്റെ അടിയിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണം, സ്ത്രീകൾ മൊത്തം പോവല്ലേ, അപ്പൊ സ്ത്രീകൾക്കുള്ള ഭക്ഷണം അവിടെ റെഡിയാണെന്നാണ് നമ്മൾ കൺവീനർ അറിയിച്ചിട്ടുള്ളത്. അത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാം. ഏതായിരുന്നാലും നമ്മൾ 2-3 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. സ്വർഗം കിട്ടാനുണ്ടായ മറ്റൊരു കാര്യം, നമ്മുടെ വഴിയിലൊക്കെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കാണുകയാണ് സ്വർഗത്തിൽ. അപ്പൊ അയാൾ ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ സുന്ദരമായിട്ട് നടക്കുകയാണ്. എന്താ കാരണം തരോ? അയാൾക്ക് സ്വർഗം കിട്ടാണ്ടായ കാര്യം, അയാള് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നാട്ടുകാർക്കൊക്കെ ഒരു ഉപദ്രവം ഉണ്ടായിരുന്ന, മൂപ്പർക്ക് ഏറെ ഉപകാരം ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ ചില്ലുണ്ട്, ഒരു കൊമ്പ്. അയാൾ അത് മുറിച്ചു മാറ്റി കൊടുത്തത് കാരണം, ആ കാരണം കൊണ്ട് അയാൾ സ്വർഗത്തിൽ പോയി എന്നാണ്. അപ്പോ ഇമാത്തത്തുൽ അദാനി ത്വരീഖ് ഹദീസിന്റെ വിശദീകരണത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാട്ടിലുള്ള ആളുകൾക്ക് നമ്മളൊരു ദ്രോഹം ഉണ്ടാകാതിരുന്നാൽ നമുക്ക് സ്വർഗമുണ്ട്. മറ്റൊന്ന്, ബാങ്ക് കേൾക്കുമ്പോൾ അത് തിരിച്ചു പറഞ്ഞാൽ, ബാങ്ക് കേൾക്കും, ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമാണ്. ബാങ്ക് കേൾക്കുമ്പോ അത് തിരിച്ചു പറഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട്. മറ്റൊരു ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ ഉമ്മമാറിയ ഈ ദിക്ർ ഒന്ന് മനഃപ്പാഠമാക്കണം, എല്ലാവർക്കും അറിയുന്നതാണ്, ഇതിൽ പകർത്തണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദിവസവും ഓരോ ഒഴിവ് സമയങ്ങളിലും വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ആ ദിക്റുണ്ടല്ലോ, ഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണത്, അള്ളാഹുവിന്റെ ദിക്റാണത്, അള്ളാഹുവിനെ ഓർക്കാനുള്ള വലിയ കരുത്താണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവേ നിനക്കല്ലാതെ ഒരു ശക്തിയുമില്ല, നിനക്കല്ലാതെ ഒരു കഴിവുമില്ല. അള്ളാഹു നമ്മൾ വാനോളം പുകഴ്ത്തുന്ന ഒരു മന്ത്രമാണത്. അത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വല്ലാത്ത ഒരു സൂത്രവാക്യവും കൂടിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഒക്കെ നമുക്ക് സാധ്യമാകുന്ന ഒരു നിമിഷവും നമ്മൾ പാഴാക്കി കളയാതിരിക്കുക. അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ള സ്വർഗം കിട്ടാൻ അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുതി ഇല്ലാഹ വ റസൂലഹു ഫഖദ് ഫാദ ഫൗസൻ അലീമാ. ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, അവരാണ് ഏറ്റവും വലിയ വിജയത്തിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ഒന്നുകൂടി പറയാണ്. തൗഹീദ് നിർബന്ധമാവുക.
ചെയ്യുന്ന കർമ്മങ്ങൾ സൽക്കർമ്മമാണ് എന്ന് ഉറപ്പുവരുത്തുക. നല്ല സംസാരം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, സുന്നത്ത് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷമുള്ള നവാഫിൽ സുന്നത്ത് നമസ്കാരങ്ങൾ, അത് ഒന്നും ഒഴിവാകാതെ നമസ്കരിച്ചാൽ നമുക്ക് സ്വർഗപ്രവേശനമുണ്ട്. നിർബന്ധ നമസ്കാരങ്ങളിൽപ്പെട്ട ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവും ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. ഭർത്താവിനനുസരിക്കുന്ന, 5 നേരം നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന നല്ല സ്ത്രീകൾ, അവർ ഭർത്താക്കന്മാരോട് ആദരവും ബഹുമാനവും ഉണ്ടോ, ഭർത്താക്കന്മാരുടെ തൃപ്തിയും സ്നേഹവും ലഭിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്. എല്ലാ നിർബന്ധ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുക. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നമ്മൾ അമലുകളൊക്കെ ചെയ്യേണ്ടത്. ആർക്കെങ്കിലും അള്ളാഹിനെ കാണണമെന്ന് പൂതിയുണ്ടോ, അവർ സൽക്കർമ്മം ചെയ്യുന്നവരായി മാറുക. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിന് തിരിച്ചു പറയുക. നാവിനെയും അതുപോലെ തന്നെ 2 തുടയുടെ ഇടയിലുമുള്ള അവന്റെ രഹസ്യ ജനനേന്ദ്രിയ ഭാഗത്തെയും കാത്തു സൂക്ഷിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്. ലാ ഇലാഹ വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന മന്ത്രം, എന്ന ദിക്ർ അവൻ ചെല്ലിയാൽ അവന് സ്വർഗമുണ്ട്. അതുപോലെ തന്നെ വുളു ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ വുളു ഉണ്ടാക്കുക. വുളു ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന് സ്വർഗമുണ്ട്. പശ്ചാത്തപിക്കുക, അള്ളാഹുവിനോട് തൗബ തേടുക. അങ്ങനെ തൗബ തേടി ദീനീപരമായ അറിവുകൾ കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറിയാൽ ആകാശഭൂമിയോളം വിശാലമായ ആ സുന്ദരമായ സ്വർഗം നമുക്ക് ലഭിക്കും. അതൊരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് അവിടെയുള്ളത്. സമയത്ത് ഒരു കാതും കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിനും വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള സുന്ദരമായ സ്വർഗമാണ്. അർഹമുറാഹിമായ റബ്ബ് ആ സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങളുടെ കൂടെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്തു മാപ്പാക്കി തരണ റഹ്മാനെ. അർഹമുറാഹിമായ നാഥ, മരിപ്പിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഭാര്യയെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും ഭർത്താവിനെയും ഞങ്ങളുടെ മക്കളെയും എല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ ശുഹദാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ ചാരത്തിരിക്കാനുള്ള സൗഭാഗ്യം നാളെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നോമ്പുകൾ ഞങ്ങൾ സ്വീകരിക്കണേ നാഥ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ തറാവീഹ് നമസ്കാരം ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم إنا نسألك الجنة يا رب العالمين. اللهم إنا نسألك الجنة يا أرحم الراحمين. اللهم إنا نسألك الجنة لنا ولوالدينا وللمسلمين أجمعين. اللهم حاسبنا حسابا يسيرا. اللهم حاسبنا حسابا يسيرا. اللهم حاسبنا حسابا يسيرا. ربنا تقبل منا صيامنا. ربنا تقبل منا صيامنا. ربنا تقبل منا صيامنا. ربنا تقبل منا زكاتنا. ربنا تقبل منا صلاتنا. ربنا تقبل منا أعمالنا وسائر أعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد. السلام عليكم. നന്ദി പറയുന്നതിന് മുമ്പ്, നാളെ നമ്മൾ വേങ്ങര മങ്ങട്ടാനം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഫ്താറും തസ്കിയത്ത് ക്ലാസും നമ്മളെ വേങ്ങര ടൗൺ പള്ളിയിൽ നടക്കുകയാണ്. അഷ്റഫ് ചെട്ടിപ്പടി, ഹദിയത്തുള്ള സരഫി, സൽമാൻ കാസിമി, അബ്ദുസ്സലാം അൻസാരി തുടങ്ങിയ പണ്ഡിതന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. നമ്മളെ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കാണ്. ഇനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ പരിപാടിയിലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ മുഹമ്മദ് മൗലവി അവറുകൾക്കും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക്
കടക്കുവാൻ നാം എന്തെല്ലാമാണ് ഈ റമദാനിൽ സ്വീകരിക്കേണ്ടത് എന്ന് സവിസ്തരം പ്രതിപാദിച്ച് സംസാരിച്ച അബ്ദുസ്സലാം അൻസാരി താനാൾ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത